ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് 5 പൈസ പ്രൊവൈഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു തിങ്കളാഴ്ച മാർക്കറ്റ് ഗ്യാപ്പോടുകൂടി ഓപ്പൺ ചെയ്തു. കുറച്ച് ദിവസത്തിന് ശേഷം ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ചൊവ്വാഴ്ച ആയിരുന്നു ആ ഗ്യാപ്പ് വന്നത്. ഇന്ന് തിങ്കളാഴ്ച ഗ്യാപ്പ് വന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന ട്രേഡ് ഡീലിന്റെ വാല്യൂ ഏരിയ ഹൈഡ് അവിടത്തെയാണ് ഇന്നത്തെ ഹൈയും ഫോം ചെയ്തത്. പക്ഷെ മാർക്കറ്റ് ആ ഒരു വാല്യൂ ഏരിയയുടെ അവിടത്തെ ഹൈയുടെ ഭാഗത്തൊക്കെ തന്നെയാണ് നിഫ്റ്റി കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി SBIയുടെ കിഡിലെ റിസൾട്ട് കാരണം അവൻ എന്ത് ചെയ്തു? ഈ 60,480 അല്ലെങ്കിൽ 60,500 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ട് സെല്ലിംഗ് ഏരിയ കട്ട് ചെയ്ത് വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ ക്ലോസ് ആയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അപ് ടു ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ബാങ്ക് നിഫ്റ്റി വീണ്ടും തുടങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നൊരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. നിഫ്റ്റിക്ക് ഒരു പക്ക പറയുകയാണെങ്കിൽ ഒരു നിഫ്റ്റി സ്പോട്ടും ഒരു സ്മോൾ ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പൊക്കെ ഉണ്ട്. അവൻ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന ആ ഒരു ഗ്യാപ് സോണിന്റെ വാല്യൂ ഏരിയ ഹൈ ആ ഒരു റേഞ്ച് കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഹയർ ക്ലോസിൽ ആ ദിവസത്തെ ഓപ്പണിങ്ങിന്റെ അവിടെയാണ് ഇന്നത്തെ കൃത്യമായിട്ടുള്ള ക്ലോസിംഗ് വന്നേക്കാണ് ട്രേഡ് ഡീൽ സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ വാല്യൂ ഫോർമേഷൻ ഹയർ സൈഡിലേക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സൈനും കൂടെയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ലെവൽ എല്ലാം പൊട്ടിയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് ഓപ്പൺ ചെയ്തത്. അപ്പൊ റെഫറൻസ് ലെവലിനെ കുറിച്ച് പറയുമ്പോൾ ആ റെഫറൻസ് ലെവൽ വർക്ക് ചെയ്യോ ഇല്ലെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ റെഫറൻസ് ഇന്നലെ ഞാൻ പൊതുവെ ഒരു വീഡിയോ ആണ് ഇന്നലത്തെ ആൾക്കാർക്ക് വേണ്ടി എടുത്തത്. അപ്പൊ അതിനകത്ത് എന്താണ് ആ ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഒക്കെ വരാത്ത രീതിയിലൊക്കെയാണ് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ ഒരു റെഫറൻസ് ലെവലൊക്കെ വരയ്ക്കാതെയാണ് ഇന്ന് പൊതുവെ ഒരു ഫ്യൂച്ചർ വീഡിയോ ആണ് ഇന്നലെ കൊടുത്തത്. സോ നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഴയ റെഫറൻസ് ലെവലൊക്കെ പൊട്ടിയിട്ടാണ് അവൻ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒന്നേന്ന് പുതുതായിട്ട് വീണ്ടും വരയ്ക്കേണ്ടി വരും. നമുക്ക് ആദ്യം ഈ റെഫറൻസ് ലെവലുകളൊക്കെ മുകളിൽ പ്രത്യേകിച്ച് റെഫറൻസ് എല്ലാം പൊട്ടി മുകളിലോട്ടൊന്ന് കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി മിഡ് ക്യാപിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ പറയാം, നോർമൽ വേരിയേഷൻ അപ്പ് എന്ന് പറഞ്ഞ പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും പറയാവുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഷേപ്പ് ഒരു പി ഷേപ്ഡ് ഒക്കെയാണ്. വാല്യൂ ഏരിയ വന്നിരിക്കുന്നത് 13,820 13,884 ഇടയ്ക്കുള്ള റേഞ്ചിനകത്താണ് മിഡ് ക്യാപ്പ് വന്നിരിക്കുന്നത്. 13,857 എന്ന് പറഞ്ഞ POC ആണ് വന്നിരിക്കുന്നത്. സോ 13,858 ഭാഗത്തേക്ക് POC വന്നിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 13,900 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ് 13,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആ ബൈ ഫസ്റ്റ് എങ്ങോട്ട് പോകും? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 13,960 അല്ലെങ്കിൽ 13,950 ഭാഗത്തേക്ക് 13,950 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് അടുത്തതെന്ന് പറയുമ്പോൾ 13,990 ഭാഗത്തേക്ക് വരാനും അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും? കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു റെഫറൻസ് ലെവലിൽ ഈ ഒരു POC ആയ 14,038 ഭാഗത്തേക്ക് എത്രയാണ്? 14,039 എന്ന് പറഞ്ഞാൽ 14,038 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 13,900 മുകളിൽ മിഡ് ക്യാപ്പിൽ വീണ്ടും ഒരു റാലി സ്റ്റാർട്ട് ചെയ്ത് അത് 13,950 990 14,032 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ഒരു സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇനി അടുത്തൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എടുക്കുന്നത് 13,780 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിന്, അതായത് 13,780 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിങ് ഫസ്റ്റ് വരുന്ന 13,734 അതാണ് ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് ആയ 13,734 എത്രയാണ്? 13,734 ഭാഗത്തേക്ക് വരും. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് 13,694 ഭാഗത്തേക്ക്, നമ്മൾ ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ 13,694 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ അല്ലെങ്കിൽ 13,000 ഇന്നലത്തെ ക്ലോസിംഗ് 13,630 എത്രയാണ്? 13,630 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 13,780 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഒരു റെഫറൻസ് ലെവല്.
ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റി. SBI റിസൾട്ട് കാരണം ഹെവി ആയിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത ഒരു മാർക്കറ്റ് ആയിരുന്നു. പഴയ റഫറൻസ് ലെവലൊക്കെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതൊക്കെ പൊട്ടി ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അങ്ങ് പോയ ദിവസവും കൂടെ ആയിരുന്നു വന്നത്. സോ ബാങ്ക് നിഫ്റ്റി ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. ബി ഷേപ്ഡ് പ്രൊഫൈല് POC വന്നിരിക്കുന്നത് 60,621 ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത്. 60,621 ഭാഗത്തേക്ക് POC വന്നിട്ടുണ്ട്. ഇനി ബുള്ളിഷ് അവർ ഇന്നത്തെ ഹൈക്ക് മുകളിൽ 60,880 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കൂ. 60,880 മുകളിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും ഇന്നത്തെ ഹൈക്ക് മുകളിൽ. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ ആയ 60,728 എത്രയാണ് 6728 മുകളിൽ ഒരു ഹൈ വരാം. അത് ഫസ്റ്റ് ടാർഗറ്റ് 60,880 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 61,000 എന്ന് പറയുന്ന റൗണ്ട് ഫിഗറിന്റെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 61,125 ഭാഗത്തേക്കും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പർ സൈഡിലുള്ള റഫറൻസ് ലെവലുകൾ വരുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ഡൗൺ സൈഡ് റഫറൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു ലോ, അതായത് 60,480 താഴെ ഒരു സെല്ലിങ് വീണ്ടും പഴയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴേക്ക് വരും. സോ 60,480 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അത് ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് 60,357 ഭാഗത്തേക്ക് വരാം. 60,357 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 60,217 എത്രയാണ് 60,217 ഭാഗത്ത് 60,217 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 60,062 എത്രയാണ് 60,062 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടും. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു റെഫറൻസ് ലെവലുകൾ. 60,450 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലായി. ഈ ഒരു റെഫറൻസ് ലെവൽ കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി കഴിഞ്ഞ ആ ഒരു ഹയർ ലെവലിന്റെ മുകളിൽ, പ്രത്യേകിച്ച് പറഞ്ഞ ആ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ നിഫ്റ്റി കൃത്യമായിട്ടൊരു ക്ലോസിംഗ് തന്നിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുന്ന ഒരു സ്മോളർ ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. സ്മോൾ ബി ഷേപ്ഡ് പ്രൊഫൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 20,856 POC. സോ ഞാൻ ആ POC ഒന്ന് മാറ്റി വയ്ക്കുക. 25,856 ആണ് POC. ആ POC ഒന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റഫറൻസ് ലെവലുകളൊക്കെ എവിടെയാണ് ഒന്ന് മാർക്ക് ചെയ്യണമല്ലോ. ആ ബുള്ളിഷ് റഫറൻസ് ലെവലിൽ മുകളിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ പറയുന്നത് 25,900 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് 25,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 25,950 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 26,000 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 26,045 ഭാഗത്തേക്കും. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മുകളിലോട്ട് പറയാനുള്ള റെഫറൻസ് ലെവലുകൾ. അതാണ് നിഫ്റ്റി 26,000 കടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ 25,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ 26,040 വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയുടെ ഒരു ഗ്യാപ്പ് സോൺ. സെല്ലിംഗ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഈ 25,780 ഭാഗത്ത് നിഫ്റ്റിയിൽ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. 25,780 ഭാഗത്ത് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് ഫസ്റ്റ് ടാർഗറ്റ് 726 ആണ്, 25,726 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 25,673 ഭാഗത്തേക്ക് വരാം. 25,673 ഇന്നത്തെ ക്ലോസിംഗിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 25,673 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ 25,6 എത്രയാണ് 640 അല്ലെങ്കിൽ 630 എന്ന് പറഞ്ഞാൽ 25,625 25,625 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ 25,780 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ സെല്ലിങ്ങിന്റെ ഫിഗർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിന് ഒരു ഹയർ വാല്യുവേഷൻ ഫോർമേഷൻ ഉണ്ട്, പോസിറ്റീവായ സൈനാണ്. ബാങ്ക് നിഫ്റ്റി ഹയർ സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് എ പോസിറ്റീവ് സൈന്. മിഡ് ക്യാപ്പും ഹയർ സൈഡിലേക്ക് കഴിഞ്ഞ ട്രേഡിലെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിൽ. അപ്പം മിഡ് ക്യാപ്പും ബാങ്ക് നിഫ്റ്റിയും അൾട്ടിമേറ്റ്ലി പോസിറ്റീവായ ഒരു സെഗ്മെന്റിലേക്ക് കടന്നിട്ടുണ്ട്. നിഫ്റ്റി തൊട്ടില്ലാത്ത രീതിയിൽ ആ രീതിയിലാണ് നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ ഈ റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റബിൾ വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കൂടുതലായിരിക്കും. സോ ലെവൽ വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഒരു അറിയിപ്പുണ്ട്, ഈ വരാൻ പോകുന്ന February 14 ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സിന്റെ നമ്മളൊരു ഡെസ്റ്റിന 2026 ഒരു പ്രോഗ്രാം നടന്നുണ്ട് ട്രിവാൻഡ്രത്ത് വെച്ച്.
അപ്പം ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഈ തമിഴിന് കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് നിങ്ങൾ ഒരു കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയണം, മാർക്കറ്റിൽ പഠിക്കണം, വെൽത്ത് ക്രിയേഷനെ കുറിച്ച് അറിയണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, തമിഴിന് കാണിച്ച നമ്പറിൽ ഒരിക്കലും ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രെയിനിങ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി